വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉംദത്തുൽ അഹ്കാമിൽ നമ്മൾ പഠിച്ചു വരുന്നത് കിതാബു സ്വലാത്തിലെ ബാബു തശഹുദ് എന്ന അധ്യായമാണ്. കിതാബു സ്വലാ നമ്മൾ മനസ്സിലാക്കിയതുപോലെ നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ നിസ്കാരത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലുള്ള ഹദീസുകളെ വ്യത്യസ്ത ബാബുകളിലായി വേർതിരിച്ചിരിക്കുന്നു. അതിൻ്റെ അവസാന ഘട്ടത്തിലുള്ള കാര്യമാണ് തശഹുദ് എന്നുള്ളത്. അപ്പോൾ ഈ അധ്യായത്തിൽ തശഹുദും അതുപോലെ തശഹുദിന് ശേഷമുള്ള പ്രാർത്ഥനകളുമാണ്, അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ തശഹുദിൻ്റെ ഹദീസാണ് നമ്മൾ പഠിച്ചത്. എന്താണ് തശഹുദ്? തശഹുദിലുള്ള ആ പ്രാർത്ഥന, അത്തഹിയാത്തു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അതിൻ്റെ വിശദീകരണം, ആ പ്രാർത്ഥനയിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ചില അടിസ്ഥാനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി അടുത്ത ഹദീസിൽ സഹോദരങ്ങളെ നമ്മൾ പഠിക്കുന്നത് തശഹുദിന് ശേഷം, സലാത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദുആഇനെ കുറിച്ചിട്ടാണ്. അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത്. ആ ഹദീസ് വായിക്കാം. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ كان رسول الله صلى الله عليه وسلم يدعو في صلاته ويقول اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. وفي لفظ لمسلم إذا تشهد أحدكم فليستعذ بالله من 4 يقول اللهم إني أعوذ بك من عذاب جهنم ثم ذكر نحوه. ഈ ഹദീസിൽ രണ്ട് ഹദീസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത് ഇമാം ബുഖാരിയും ഉദ്ധരിക്കുന്ന ഹദീസാണ്. രണ്ടാമത്തേത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിലുള്ള മുഴുവൻ ഹദീസുകളും മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകളാണ്. എന്നാൽ അതിൽ ചില ഹദീസുകൾ മാത്രം ചിലപ്പോൾ മുത്തഫഖുൻ അലൈഹി ആയിരിക്കുകയില്ല. ഒന്നുകിൽ ഇമാം ബുഖാരി റിവായത്ത് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തതായിരിക്കും. അതല്ല എങ്കിൽ പൊതുവെ ഇതിലുള്ള 400-ൽ പരമുള്ള ഹദീസുകളെല്ലാം തന്നെ മുത്തഫഖുൻ അലൈഹിയായ, ബുഖാരി മുസ്ലിമും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകളാണ്. അതിൽ ഒന്നാമത്തെ ഹദീസ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. അതിൽ പറയുന്നത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ ഫീ സ്വലാത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നിസ്കാരത്തിൽ ദുആ ചെയ്യാറുണ്ടായിരുന്നു. എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ, നീ എന്നെ ഖബറിലുള്ള ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വമിൻ അദാബിൻ നാർ, നരകശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, ജീവിതത്തിലും അതുപോലെ മരണസമയത്തും അല്ലെങ്കിൽ മരണത്തിന് ശേഷവുമുള്ള സമയത്തുള്ള ഫിത്നയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, മസീഹു ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു എന്നാണ്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം കൽപ്പിക്കുകയാണ്. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടുള്ള ഒരു ഖബർ അറിയിക്കുകയാണ്. രണ്ടാമത്തേതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിക്കുകയാണ്, ഇദാ തശഹദ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ തശഹുദിനിരുന്നാൽ ഫൽയസ്തഇദ് ബില്ലാഹി മിൻ 4, നിങ്ങൾ 4 കാര്യത്തിൽ നിന്നും രക്ഷ തേടണം. യഖൂൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം എന്ന് പറഞ്ഞ ആ ഹദീസ് ഒന്നുകൂടി അതിൽ വന്നിരിക്കുന്നു. ഇത് കാണാം. ഇവിടെ തശഹുദ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ 2 തശഹുദ് ഉണ്ട്. നമുക്കറിയാം 3 റക്അത്തോ അല്ലെങ്കിൽ 4 റക്അത്തോ ഉള്ള നിസ്കാരങ്ങളിൽ 2 തശഹുദാണ് ഉണ്ടാകുക. എന്നാൽ 2 റക്അത്തുള്ള നിസ്കാരങ്ങളിൽ ഒരൊറ്റ തശഹുദേ ഉള്ളൂ. ഇവിടെ തശഹുദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിരുപാധികമായി ഉദ്ദേശിക്കപ്പെട്ടാൽ അതിന്റെ അർത്ഥം സലാം വീട്ടുന്നതിന് മുമ്പുള്ള തശഹുദാണ്. അഥവാ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത് സലാം വീട്ടുന്നതിന് മുമ്പുള്ള തശഹുദിൽ മാത്രമാണ്. അതല്ലാത്ത തശഹുദിൽ ഈ പ്രാർത്ഥന ഇല്ല. 3 റക്അത്തോ അല്ലെങ്കിൽ 4 റക്അത്തോ ഉള്ള നിസ്കാരത്തിൽ നമ്മൾ 2-ാം റക്അത്തിൽ ഇരിക്കുന്ന തശഹുദിൽ ഈ പ്രാർത്ഥന ഇല്ല. നമുക്കറിയാം അവിടെ
നമ്മൾ നേരത്തെ പഠിച്ച അത്തഹിയാത്ത് മാത്രമാണുള്ളത്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അവിടെ സലാത്തും കൂടി ചൊല്ലുന്നത് അഫ്ളലാണ്. എന്നാൽ അത്തഹിയാത്ത് മാത്രം അതിൽ ഒതുക്കിയാൽ അതിൽ തെറ്റില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് അവസാനത്തെ തശഹുദിലുള്ള പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നതാണ്. ഇവിടെ പറയുന്നു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ ഫീ സലാത്തിഹി എന്നാണ് ഒന്നാമത്തെ റിവായത്തിൽ ഉള്ളത്. അതെവിടെയാണ് എന്നില്ല, നിസ്കാരത്തിൽ എന്നേ ഉള്ളൂ. എന്നാൽ രണ്ടാമത്തെ റിവായത്ത് കൂടി അദ്ദേഹം ഇവിടെ പറഞ്ഞതോടുകൂടി ഇദാ തശഹദ അഹദുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ തശഹുദിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ഹദീസിൽ ഉദ്ദേശിച്ചത് ഈ പ്രാർത്ഥന അത് നിസ്കാരത്തിൽ എവിടെയെങ്കിലുമല്ല, മറിച്ച് തശഹുദിലാണ് ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായി വന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് റിവായത്തും തമ്മിലുള്ള വ്യത്യാസം അതാ. ഒന്നാമത്തെ റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന ഒരു ഖബറാണ് അറിയിക്കുന്നത്. രണ്ടാമത്തെ റിവായത്തിൽ ഒരു അമ്രാണ്, ഒരു കൽപ്പനയാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആ പ്രാർത്ഥനയിൽ ഉള്ളത്? അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ എന്നാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള പ്രാർത്ഥനകൾ വിശദീകരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ യാ അല്ലാഹ് എന്നാണ് അതിന്റെ അർത്ഥം. യാ അല്ലാഹ് എന്നുള്ളതാണ് അല്ലാഹുമ്മ എന്ന് പറയുന്നത്. മലയാളത്തിൽ അല്ലാഹുവേ എന്നാണ്. ആ യാഇന് ഹർഫുൽ മുനാദ എന്നാണ് പറയുക. അറബി ഭാഷയിൽ ഒരാളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്, ഹർഫുകളുണ്ട്. അതിൽപ്പെട്ടതാണ് യാ എന്നുള്ളത്. അതുപോലെ അയാ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആ യാഇനെ മാറ്റിയിട്ട് അതിനെ കളഞ്ഞിട്ട് അതിന് പകരമായി കൊണ്ടുവന്നിട്ടുള്ള ഹർഫാണ് മീം. അല്ലാഹു യാ എന്നുള്ളതിനെ മാറ്റി യാ അല്ലാഹു എന്നുള്ളത് മീം ചേർത്തിട്ട് അല്ലാഹുമ്മ എന്നാക്കിയതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. ആ മീമിനെ യാ മാറ്റിയിട്ട് ഉടനെ തന്നെ അവിടെ തന്നെ വെച്ചില്ല, മറിച്ച് അവസാനത്തിലേക്കാണ് വെച്ചിട്ടുള്ളത്. അതിലൊന്ന് അള്ളാഹുവിന്റെ പേര് ആദ്യത്തിൽ വരിക എന്നുള്ളൊരു ബറക്കത്ത് കിട്ടാനാണ്. രണ്ടാമത്തത് എന്തുകൊണ്ട് മീം തന്നെ തെരഞ്ഞെടുത്തു എന്നാണ്. മീം എന്ന് പറയുന്ന അക്ഷരം പറയുമ്പോൾ നമ്മുടെ ചുണ്ടത് ചേർന്നിട്ടാണ്, ദമ്മ് ചെയ്തിട്ടാണ് പറയുന്നത്. അത് നമ്മുടെ ഹൃദയം അതിലേക്ക് ആ ദുആയിലേക്ക് ഒരുമിക്കാനാണ്. നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ആ ദുആയിലേക്ക് ഒരുമിപ്പിക്കുക എന്നു ലക്ഷ്യം അതിനുണ്ട് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. എന്തായാലും അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് അള്ളാഹുവിനെ വിളിച്ച് നമ്മൾ പറയുന്നത്? അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ് രക്ഷ തേടുക എന്നുള്ളത്. നമ്മൾ പല പ്രാർത്ഥനകളിലും അത് പ്രാർത്ഥിക്കാറുണ്ട്. ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോഴും അതല്ലാത്ത സമയത്തൊക്കെ പലപ്പോഴും നമ്മൾ പിശാചിൽ നിന്ന് രക്ഷ തേടാറുണ്ട്. അപ്പോൾ അഊദു ബിക എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അള്ളാഹുവിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു. മിൻ അദാബിൽ ഖബർ, ഒന്നാമതായി ചോദിച്ചിട്ടുള്ളത് ഖബറിലുള്ള ശിക്ഷയിൽ നിന്നും രക്ഷ ചോദിക്കുകയാണ്. ഖബറിലുള്ള ശിക്ഷ എന്നുള്ളത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും അതുപോലെ ഇജ്മാഅ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഖബറിലുള്ള ശിക്ഷയിൽ നിന്നാണ് ഒന്നാമതായി നമ്മൾ ചോദിക്കുന്നത്. ഖബറിലുള്ള ശിക്ഷ അതുണ്ടോ? അത് യാഥാർത്ഥ്യമാണോ? യാഥാർത്ഥ്യമാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ, അഥവാ നാളെ ആഖിറത്തിൽ, മരണശേഷമുള്ള ആഖിറത്തിലുള്ള ഖിയാമത്ത് നാളിന് ശേഷമുള്ള ശിക്ഷയ്ക്ക് മുമ്പായി ദുനിയാവിൽ ശിക്ഷയുണ്ട് എന്നറിയിക്കുന്നതായ ധാരാളം തെളിവുകൾ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ഗാഫിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിന്റെയും അവന്റെ കൂട്ടാളികളെയും കുറിച്ച് പറയുന്നത് കാണാം. അന്നാറു യുഅറദൂന അലൈഹാ ഉദുവൻ അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയ, അവർക്ക് തീ അത് രാവിലെയും പ്രഭാതത്തിലും പ്രദോഷത്തിലും അവർക്കിങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് എന്ന് പറയുന്നു. എവിടെയാണ് ഈ ശിക്ഷ? അത് മനസ്സിലാക്കണമെങ്കിൽ ആയത്തിന്റെ ശേഷം വായിച്ചാൽ മതി. വയൗമ തഖൂമുസ്സാഅ, ഇനി ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവരോട് പറയപ്പെടും അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്, ഫിർഔനിന്റെ ആളുകളെ ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഖിയാമത്ത് നാളിനോട് ശേഷമുള്ള കഠിനമായ ശിക്ഷയ്ക്ക് മുമ്പ് രാവും പകലും അവർക്കൊരു ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു തആല പറയുകയാണ്. മുഫസ്സിരീങ്ങൾ പറഞ്ഞതായി കാണാം, ഇത് ഖബറിലുള്ള ശിക്ഷയാണ് അറിയിക്കുന്നത്. അഥവാ ഖിയാമം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഖബറിൽ ശിക്ഷയുണ്ട് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം ആയത്തുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ കാണാൻ സാധിക്കും. അതെല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഒന്നാമത് ഖുർആനിൽ ഇതുണ്ട്. ഇനി അതുപോലെ തന്നെ സഹോദരങ്ങളെ, സഹീഹായ ധാരാളം ഹദീസിലും ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെ. അഥവാ മുഴുവൻ മുസ്ലിമീങ്ങൾ, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾ അവർ നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ
അവർ ഖബറിലുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുന്നുണ്ട്. അങ്ങനെ ഒരു ശിക്ഷ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് രക്ഷ തേടുന്നത്? ഒരു അബസായ ഒരു വ്യഥാ ചെയ്യുന്ന ഒരു പ്രവർത്തനമായി മാറൂല അത്. അപ്പോൾ അതിന്റെ അർത്ഥം അത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അതിനെ നിഷേധിക്കുന്ന അഖ്ലാനികളായ ആളുകൾ യഥാർത്ഥത്തിൽ അവർ തന്നെ ആ നിസ്കാരത്തിൽ ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരു ശിക്ഷ ഇല്ല എങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? പിന്നീട് അവർക്ക് വല്ല ദുർവ്യാഖ്യാനം പറയുക, അത് അങ്ങനെയുള്ള ശിക്ഷയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറയുക എന്നല്ലാതെ മറ്റു തെളിവൊന്നുമില്ല. അവർ അവരുടെ നാവ് കൊണ്ട് തന്നെ അദാബിൽ ഖബറിൽ നിന്നും രക്ഷ ചോദിക്കുന്നു എന്ന് അള്ളാഹുവിനെ വിളിച്ചു പറയുന്നു. പിന്നീട് അതേ നാവ് കൊണ്ട് തന്നെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. അത് വൈരുദ്ധ്യമാണ് അവരുടെ പ്രവർത്തനത്തിൽ കാണുന്നത്. എൻ സഹോദരങ്ങളെ, ഖബറിലുള്ള ശിക്ഷ എന്ന് പറയുന്നത് അത് നമുക്ക് കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ ഒക്കെ അറിയാൻ പറ്റുന്ന, നമ്മുടെ കാതുകൊണ്ടൊക്കെ അറിയാൻ പറ്റുന്ന കാര്യമാണോ? അതല്ല ഗൈബിയായ ഒരു കാര്യമാണോ? നമുക്ക് നോക്കിക്കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഗൈബിയായ കാര്യമാണോ? അത് ഗൈബിയായ കാര്യമാണ്. നമുക്ക് കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഏതെങ്കിലും ഒന്നുകൊണ്ടോ മനസ്സിലാക്കാൻ പൊതുവെ അതിന് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഖബർ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് തുറന്നു നോക്കിയാൽ അയാൾക്ക് അങ്ങനെ ശിക്ഷ കിട്ടുന്നതൊന്നും നമ്മൾ കാണുകയില്ല. കാരണം അത് ഗൈബിയായ കാര്യമാണ്. നമുക്കത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറിയിച്ചത് അതുപോലെ വിശ്വസിക്കുക എന്നതാണ് ഈ വിഷയത്തിലുള്ളത്. എന്നാൽ ചില സമയത്ത് അല്ലാഹു തആല അവന്റെ പ്രവാചകന്മാരിൽ ചിലർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ഖബറിലുള്ള ശിക്ഷ. നമ്മുടെ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഖബറിലുള്ള ശിക്ഷ അത് അല്ലാഹു തആല കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ അവിടുന്ന് 2 ഖബറിനരികിലൂടെ നടന്നു പോകുന്ന സമയത്ത് അങ്ങനെ അത് കേൾക്കുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ വിളിച്ചു നിർത്തി പറയുകയുണ്ടായി, ഇന്നഹുമാ ലയുഅദ്ദബാൻ, ഈ 2 ഖബറിലുള്ള ആളുകളും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. വമാ യുഅദ്ദബാനി ഫി കബീർ, അവർ നിങ്ങൾ വലിയ പാപമായി കാണുന്ന എന്തെങ്കിലുമൊക്കെ വിഷയത്തിന്റെ പേരിലല്ല ശിക്ഷിക്കപ്പെടുന്നത്. എന്നിട്ട് 2 പേരെയും കുറിച്ച് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ മനുഷ്യൻ അയാൾ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ മറ സ്വീകരിക്കുകയില്ല, അതല്ല എങ്കിൽ ശുദ്ധീകരണ പ്രവർത്തനത്തിൽ അയാൾ വീഴ്ച വരുത്തും. 2ാമത്തെ വ്യക്തി അയാൾ ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ നമീമത്ത് പറയുന്നവനാണ്. 2 ആളുകളെ തെറ്റിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവനാണ്. ഈ 2 ആളുകൾക്കും ഖബറിൽ ശിക്ഷയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടിട്ടുണ്ട്. ആ കേട്ട കാര്യം സഹാബത്തിനെ അറിയിച്ചിട്ടുണ്ട്. ഇത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. അപ്പൊ ചില സമയത്ത് അല്ലാഹു തആല അത് അങ്ങനെ കേൾപ്പിച്ചു കൊടുക്കും. പിന്നെ ആളുകൾ പറയുന്ന പല കഥകളുമുണ്ട്, ഇങ്ങനെ കണ്ടതായി കേട്ടതായി എന്നൊക്കെ പറയുന്നത്. അതിന് നമുക്ക് പിന്നെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ധാരാളം ഖബറിൽ നിന്നും ശബ്ദങ്ങൾ കേട്ടിരുന്നു, ഇങ്ങനെ അലറി വിളിക്കുന്ന ശബ്ദം കേട്ടു, ഇങ്ങനെ പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടത് മാത്രമേ വിശ്വസിക്കാൻ നിർവാഹമുള്ളൂ. ആളുകൾ പറയുന്നത് വിശ്വസിക്കാൻ നിർവാഹമില്ല, അങ്ങനെ പറയുന്നതാണ്. എന്ത് തന്നെയായാലും അസ്ൽ ഗൈബിയായ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല. മറിച്ച് അല്ലാഹു തആല അവർക്കത് ശിക്ഷ കൊടുക്കുകയാണ്. ഇനി ആ ശിക്ഷ അത് കാലാകാലമുണ്ടോ അതല്ല ഒരു കുറഞ്ഞ കാലത്തേക്കാണോ? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അവന് കാലാകാലം നരകത്തിൽ ഖബറിൽ ശിക്ഷ തന്നെയാണ്. അവനൊരളവുമില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ആൾ ആഖിറത്തിലും ശാശ്വതമായ നരകശിക്ഷ ഏറ്റുവാങ്ങേണ്ടവനാണ്. അവന് യാതൊരു അളവുമില്ല. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അവൻ ചെയ്ത തെറ്റിനനുസരിച്ചിട്ടുള്ള ശിക്ഷ ഖബറിൽ ലഭിക്കാനും, അതല്ല എങ്കിൽ ചിലപ്പോൾ അവർ പൂർണ്ണമായി ഖബറിൽ ശിക്ഷ ലഭിച്ചുകൊണ്ടേയിരിക്കാനും ഒക്കെ രണ്ടിനുമുള്ള സാധ്യത ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, പാപിയായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അത് കടുത്ത ശിക്ഷയാണ്. അതുകൊണ്ടാണ് നമ്മളത് ഓരോ നിസ്കാരത്തിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സുന്നത്താകട്ടെ ഫർളാകട്ടെ നമ്മളത് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി ആ ശിക്ഷ അത് നമ്മുടെ റൂഹിനാണോ ലഭിക്കുക അതല്ല നമ്മുടെ ഈ ശരീരത്തിനാണോ ലഭിക്കുക? അല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് 2 ഭാഗമുണ്ട്. ഒന്ന്, അവൻ കാണുന്ന ശരീരമുണ്ട്, പിന്നീട് അവന്റെ ജീവൻ എന്ന് പറയുന്ന അവന്റെ റൂഹുണ്ട്. ആ റൂഹിനെ കുറിച്ച് നമുക്ക് അറിയുകയില്ല. ആ റൂഹുണ്ട്. അപ്പൊ ആ റൂഹിനാണോ ശിക്ഷ ലഭിക്കുന്നത് അതല്ല ശരീരത്തിന് തന്നെ ലഭിക്കുമോ? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, റൂഹിന് ലഭിക്കുക എന്നുള്ളതാണ് അസ്ൽ, ശരീരത്തിന് ലഭിക്കുക എന്നുള്ളതല്ല. മറിച്ച് റൂഹിന് ലഭിക്കുക എന്നുള്ളതാണ് അസ്ൽ. അവന് വേദനയേറിയ ശിക്ഷ, പ്രയാസം അനുഭവിക്കുന്ന ശിക്ഷ അത് അവന്റെ റൂഹിനുണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞൊരു കാര്യം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, മുൻഗാമികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുകയാണ്, ഫഅലം അന്ന മദ്ഹബ സലഫിൽ ഉമ്മ വഅയിമതിഹ, മുൻഗാമികളായ സലഫുകളായ ആളുകൾ, അവരുടെ ഇമാമുമാർ, അവർ പറഞ്ഞതായി കാണാൻ സാധിക്കും,
അന്നൽ മയ്യിത ഇദാ മാത യകൂനു ഫീ നഈമിൻ ഔ അദാബ്. ഒരു മയ്യിത്ത് മരണപ്പെട്ടാൽ അതൊന്നുകിൽ സുഖാനുഭൂതിയുടെ ലോകത്തായിരിക്കും, അല്ലെങ്കിൽ ശിക്ഷയായിരിക്കും ലഭിക്കുക. വഅന്ന ദാലിക യഹ്സുലു ലിറൂഹിഹി വലിബദനിഹി. അത് അതിന്റെ റൂഹിനും ലഭിക്കും, ശരീരത്തിനും ലഭിക്കും. വഅന്ന റൂഹു തബ്ഖാ ബഅദ മുഫാറഖത്തിൽ ബദൻ മുനഅമതൻ ഔ മുഅദ്ദബതൻ. ഈ റൂഹ് ശരീരവുമായി വേർപിരിഞ്ഞതിന് ശേഷം അതൊന്നുകിൽ സുഖാനുഭൂതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും, അതല്ലെങ്കിൽ അതിന് ശിക്ഷ കിട്ടിക്കൊണ്ടേ ആയിരിക്കും. വഅന്നഹാ തത്തസിലു ബിൽ ബദനി അഹ്യാൻ. ചില സമയത്ത് അത് ശരീരത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യും, ശരീരത്തിലേക്ക് ആ റൂഹ് ചേരുകയും ചെയ്യും. ഫയഹ്സുലു ലഹു മഅഹാ അൻ-നഈം വൽ അദാബ്. അങ്ങനെ ആ ശരീരത്തിന് ഈ റൂഹിന് കിട്ടുന്ന ശിക്ഷയാണെങ്കിൽ ശിക്ഷ, അല്ലെങ്കിൽ സുഖാനുഭൂതിയാണെങ്കിൽ സുഖാനുഭൂതി, അതും അതിന് ലഭിക്കും. യകൂനു അൻ-നഈം വൽ അദാബു അല റൂഹി വൽ ജസദ്. അങ്ങനെ ശരീരത്തിനും അതുപോലെ റൂഹിനും രണ്ടിനും ശിക്ഷ അല്ലെങ്കിൽ സുഖാനുഭൂതി ലഭിക്കുന്നതായിരിക്കും. സുമ്മ ഇദാ കാന യൗമുൽ ഖിയാമത്തിൽ കുബ്ര. പിന്നീട് നാളെ ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഉഈദത്തിൽ അർവാഹു ഇല അജ്സാദിഹ. റൂഹുകൾ അതിന്റെ ശരീരത്തിലേക്ക് മടക്കപ്പെടും. വഖാമു മിൻ ഖുബൂരിഹിം ലിറബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുലേക്ക് ആ ഖബറിൽ നിന്നും പൊട്ടിപ്പിളർന്നുകൊണ്ട് മയ്യിത്തുകൾ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കും, ജീവനോടെ നടക്കുമെന്നാണ്. അപ്പൊ അഥവാ അസ്ല് റൂഹിനാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഈ തുറന്നു കഴിഞ്ഞാൽ ശരീരത്തിന് എന്തെങ്കിലും ശിക്ഷയേറ്റതായിട്ടൊന്നും ചിലപ്പോൾ കാണണമെന്നില്ല, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന സുഖാനുഭൂതികൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതിന്റെ അസ്ൽ റൂഹിനാണ് ലഭിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ ശരീരത്തിനും ലഭിക്കാം, അല്ലെ? ചില ആളുകൾ ചിലപ്പോൾ അങ്ങനെ യുക്തിപരമായി ചോദിക്കും, ഇങ്ങനെ മയ്യത്തിനെ ഒന്നാകെ കരിച്ച് ചാമ്പലാക്കി കടലിൽ ഒഴുക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലെ ചില വിശ്വാസികൾ, അല്ലെങ്കിൽ അധികവും അങ്ങനെയുള്ള വിശ്വാസികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരെന്ത് തന്നെ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ആ ചാരത്തിൽ നിന്നും വീണ്ടും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. ആ ശരീരത്തിന് തന്നെ ശിക്ഷ കൊടുക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് അള്ളാഹു നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും. കുൻ എന്ന് അള്ളാഹു തആല പറഞ്ഞാൽ അതുടനെ ഉണ്ടാകുന്നതായിരിക്കും. ഇനി അവന്റെ റൂഹിന് കഠിന ശിക്ഷ അത് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് എത്ര ചാരമാക്കിയാലും വെണ്ണീറാക്കിയാലും ശിക്ഷയിൽ നിന്നും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ ഒന്നാമതായി നമ്മൾ രക്ഷ തേടുന്നത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി അൽ ഖബർ, ഖബറിലുള്ള ശിക്ഷയിൽ നിന്നാണ്. അപ്പോൾ ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വേണം, ഖബറിൽ ഇങ്ങനെ ശിക്ഷയുണ്ട്, ഇങ്ങനെ ഒരു ഹഖീഖത്ത് വരാനുണ്ട്. ആ ഖബറിൽ ഒന്നുകിൽ സ്വർഗാനുഭൂതിയായിരിക്കും, ഏതെങ്കിലും സ്വർഗത്തിലെ റൗളത്തും മിൻ റിയാദിൽ ജന്നയായിരിക്കും, സ്വർഗത്തെ പൂന്തോപ്പിൽപ്പെട്ട ഒരു പൂന്തോപ്പായി ആ ഖബർ മാറും. അതല്ല എങ്കിൽ നരകത്തിലെ കുഴികളിൽപ്പെട്ട ഒരു കുഴിയായിത്തീരും. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. രണ്ടാമതായി നമ്മൾ രക്ഷ തേടുന്നത് വമിൻ അദാബിൻ നാർ, നരകശിക്ഷയിൽ നിന്നും നമ്മൾ രക്ഷ തേടാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നരകശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി ആ നരകശിക്ഷയെക്കുറിച്ച് സഹോദരങ്ങളെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, അതിൻ്റെ ഭയാനകതയെക്കുറിച്ച്, അതിലുണ്ടാകുന്ന ഘോരമായ ശിക്ഷയെക്കുറിച്ച്, അതിലുണ്ടാകുന്ന ഘോരമായ ശബ്ദം, അതിൽ കുടിപ്പിക്കുന്ന പാനീയങ്ങളെക്കുറിച്ച്, അങ്ങനെയുള്ള വ്യത്യസ്ത രൂപത്തിലുള്ള ശിക്ഷകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. മിഅ്റാജിന്റെ രാവിലെ അവിടുന്ന് കണ്ടിട്ടുള്ള നരകത്തിലുള്ള വ്യത്യസ്ത രൂപത്തിലെ ശിക്ഷകൾ സുദീർഘമായ ഹദീസിൽ നമുക്ക് കാണാം. അതല്ലാത്ത ധാരാളം ശിക്ഷകളെക്കുറിച്ച് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ള ചില ആയത്തുകൾ മാത്രം വായിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഖാല അല്ലാഹു തആല കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. നരകത്തിലെ ശിക്ഷയെക്കുറിച്ച് പറയുകയാണ്, എപ്പോഴെല്ലാം അവരുടെ തൊലികൾ കരിഞ്ഞു പോകുമോ വീണ്ടും ആ തൊലികൾ അവർക്ക് കൊടുക്കുകയും അങ്ങനെ അവർക്ക് അല്ലാഹു തആല ശിക്ഷ ആസ്വദിപ്പിക്കുകയും ചെയ്യുമെന്നാണ്. ഈ ആയത്ത് കേട്ടതിന് ശേഷം ഇസ്ലാമിലേക്ക് വന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് മുമ്പ് വായിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം മനസ്സിലാക്കി, ശരീരത്തിലുള്ള വേദന എന്ന് പറയുന്നത് അത് പ്രധാനമായും തൊലിക്കാണ് ഉണ്ടാക്കുക. തൊലി കത്തിപ്പോയാൽ പിന്നീട് വലിയ വേദന ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും ശിക്ഷ ലഭിക്കുന്ന സമയത്ത് തൊലി വളരെ കട്ടിയുള്ളതായിരിക്കും. ആ തൊലി കത്തിയെറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷയുടെ ആസ്വാദനം കിട്ടുന്നതിന് വേണ്ടി, അഥവാ അവരെ ശിക്ഷ അനുഭവിപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും അല്ലാഹു തആല തൊലി കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് നരകത്തിലെ ശിക്ഷ. പിന്നീട് പറയുന്നു, വഖാല അല്ലാഹു തആല വഇൻ യസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ്ലി യശ്വിൽ വുജൂഹ് ബിഅസ ശറാബു വസാഅത് മുർതഫഖ. നമ്മൾ എപ്പോഴും സൂറത്തുൽ കഹ്ഫിൽ പാരായണം ചെയ്യുന്ന ആയത്താണ്. അവർക്ക് ദാഹിച്ച് വലഞ്ഞുകൊണ്ട് കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിന് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്നത് ചൂടുവെള്ളമായിരിക്കും. ആ ചൂടുവെള്ളം അവർ
കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ മുഖം തന്നെ കരിഞ്ഞു പോകും. എത്ര മോശമായ ദ്രാവകമാണ്, പാനീയമാണത്. വസാഅത്ത് മുർത്തഫഖ, എത്ര ദുഷിച്ച വിശ്രമ സ്ഥലമാണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളതിൽ പെട്ടുപോകാതിരിക്കാൻ നമുക്ക് താക്കീത് ചെയ്ത് പറയുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല സൂറത്തു സജദയിൽ പറയുന്നു, നമ്മളെല്ലാ വെള്ളിയാഴ്ചയും സുബ്ഹിന് കേൾക്കുന്ന ആയത്താണ്. വഅമ്മല്ലദീന ഫസഖൂ ഫമഅവാഹുമുന്നാർ, ഫാസിഖുകളായ അധർമ്മകാരികളായ തെമ്മാടികളായ ആളുകൾ ഫമഅവാഹുമുന്നാർ, അവരുടെ സങ്കേതം നരകത്തിലാണ്. കുല്ലമ അറാദു അൻ യഖ്റുജു മിൻഹ, അവരെപ്പോഴെല്ലാം അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവോ ഉഈദു ഫിഹാ, അതിലേക്ക് തന്നെ അല്ലാഹു തആല അവരെ മടക്കുന്നതാണ്. വഖീല ലഹും, എന്നിട്ട് അവരോട് പറയും, ദൂഖു അദാബൻ നാരിൽ ലദി കുൻതും ബിഹി തുകദ്ദിബൂൻ, നിങ്ങൾ ഭൂമിയിൽ ഇതിനൊക്കെ നിഷേധിച്ച് പരിഹസിച്ച് കളിയാക്കിയിരുന്നില്ലേ, ആ ശിക്ഷ ഇനി നിങ്ങൾ ഇവിടെ ആസ്വദിച്ചു കൊള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. അപ്പം നരകത്തെക്കുറിച്ച് അത് ആയത്തുകളും ഹദീസുകളും കേട്ടാൽ ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും അതിന് രക്ഷ തേടിക്കൊണ്ടേയിരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നിസ്കാരത്തിലും നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ പ്രാർത്ഥിക്കാൻ പറഞ്ഞ 4 കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ അത് അത്രയും ഗൗരവമുള്ള കാര്യമാണ്. ഒന്നാമത് ഖബറിലുള്ള കാര്യം, രണ്ടാമത് നരകശിക്ഷയിൽ നിന്നുള്ള കാര്യം, അതാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ 2 ശിക്ഷയിൽ നിന്നും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ട ബാധ്യതയുണ്ട്. ആ ശിക്ഷയ്ക്ക് കാരണമാകുന്ന പ്രവർത്തനത്തിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കേണ്ടതുണ്ട്. കേവലം പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, സുമ്മ അലം അന്ന തഅവൂദ മിൻ അദാബിൽ ഖബർ വഅദാബിൻ നാർ ലാ യുഖ്തസറു ഫീഹി അലൽ ലിസാൻ, ഖബറിൽ നിന്നുള്ള രക്ഷാതേട്ടവും അതുപോലെ ഖബർ ശിക്ഷയിൽ നിന്നുള്ള രക്ഷാതേട്ടവും അതുപോലെ തന്നെ നരകത്തിൽ നിന്നുള്ള രക്ഷാതേട്ടവും അത് കേവലം നാവിൽ നിങ്ങൾ ചുരുക്കാൻ പാടില്ല. ബൽ ഇദാ തഅവ്വൽത ഫഫ്അലി സബബ്, നിങ്ങളത് രക്ഷ തേടുമ്പോൾ നിങ്ങൾ അതിന്റെ കാരണം കൂടി ചെയ്യണം. അമ്മ അൻ തഖൂല അഊദു ബില്ലാഹി മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ, നിങ്ങൾ ഇങ്ങനെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുന്നു, നരക ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുന്നു, അൻത തുമാരിസു മാ യകൂനു ബിഹി അദാബു ജഹന്നം വ അദാബുൽ ഖബർ ഫഹാദ ഖത, എന്നിട്ട് ആ നരക ശിക്ഷയിലേക്ക് പോകാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നില്ല. അതുപോലെ ഖബറിൽ ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്ന പ്രവർത്തനം നിങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ അത് വലിയ തെറ്റാണ്. അത് വലിയ തെറ്റാണ്. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് പൊതുവെ പറയാറുള്ള ഒരു ഉദാഹരണമാണ്. ഒരാൾ കല്യാണം കഴിയാതെ കുട്ടികൾ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചാൽ അത് എത്ര വലിയ മണ്ടത്തരമാണ് എന്ന് ആളുകൾ പറയും. അതുപോലെയാണ് നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു, പക്ഷേ ആ നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല. മാസിയത്താണ്, തിന്മയാണെന്ന് മനസ്സിലായിട്ട് അതിൽ നിന്ന് ഒരാൾ വിട്ടു നിൽക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു ഉപകാരവും നമുക്കുണ്ടാകാൻ പോകുന്നില്ല എന്ന കാര്യമാണ് അദ്ദേഹം ഉണർത്തിയിട്ടുള്ളത്. പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത്, 2 കാര്യങ്ങൾ ഇതിൽ ഒരുമിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിലെയും മരണത്തിലെയും പരീക്ഷണം ഫിത്ന എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫിത്നത്തുൽ മഹ്യ, ജീവിതകാലത്തിലുള്ള പരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് 1ഉം 2ഉമായി ചുരുക്കി പറയാവുന്ന കാര്യമല്ല. ധാരാളം പരീക്ഷണങ്ങളുണ്ട്. ചില പരീക്ഷണങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ ഉണ്ടാകും. ചില പരീക്ഷണങ്ങൾ ചില ആളുകൾക്കായിരിക്കും ആ പരീക്ഷണം കൂടുതലായി വരിക. പൊതുവെ എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന പരീക്ഷണത്തിൽപ്പെട്ടതാണ് പുരുഷന്മാർക്ക് സ്ത്രീകളെ കൊണ്ടുള്ള ഫിത്ന, അതുപോലെ സമ്പത്ത് കൊണ്ടുള്ള ഫിത്ന. ചില ആളുകൾക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് കൂടുതലായിരിക്കും, വേറെ ചില ആളുകൾക്ക് ഏതെങ്കിലും ഒന്ന് കുറവായിരിക്കും. അതുപോലെ അധികാരത്ത് കൊണ്ടുള്ള ഫിത്ന. ഇങ്ങനെ ഏതെങ്കിലും രൂപത്തിലുള്ള ഫിത്നകൾ ദുനിയാവിൽ ധാരാളമുണ്ട്. അതുപോലെ തന്നെ ദീനിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ, അത് മറ്റൊരു ഫിത്നയാണ്. ഇങ്ങനെ ധാരാളം ഫിത്നകൾ, ബിദ്അത്തുകളിൽ ഏർപ്പെട്ടു പോകുക, ഇങ്ങനെയുള്ള ഫിത്നകൾ ധാരാളമാണ്. പണ്ഡിതന്മാർ പറയുന്നു ദുനിയാവിലെ ഫിത്നകൾ ധാരാളമാണ്, പക്ഷേ അതിനെ മൊത്തത്തിൽ 2ആയി വേർതിരിക്കാൻ പറ്റും. ഒന്ന് ഫിത്നത്തു ഷഹ്വാത്ത്, 2 ഫിത്നത്തു ശുബ്ഹാത്ത്. ഒന്ന് ശുബ്ഹത്താണ്, സംശയമുണ്ടാകുന്ന, ദീനിലുള്ള അറിവ് കുറവ് കാരണത്താൽ സംശയത്തിൽ പെട്ടുകൊണ്ട് ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന കാരണമാണത്. ഫിത്നത്തു അശുബ്ഹാത്ത് എന്ന് പറയുന്നത് വലിയ ഫിത്നയാണ്, ചില്ലറ കാര്യമല്ല. യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും ഒരാൾ അറിവില്ലായ്മ കാരണം അയാൾ എന്ത് ചെയ്യും? ബിദ്അത്തുകളിൽ എത്തിപ്പോകും. ചിലപ്പോൾ ഒരു മാസിയത്തും അയാൾ ചെയ്യുന്നുണ്ടാവുകയില്ല, പക്ഷെ കടുത്ത ബിദ്അത്തിലെത്തിപ്പോകും. ചിലപ്പോൾ ഖവാരിജായി മാറുന്നുണ്ടാകും, ചിലപ്പോൾ അതല്ലാത്ത അഖ്ലാനിയായി മാറുന്നുണ്ടാകും, ഹദീസുകളെ നിഷേധിക്കുന്നവനായി മാറുന്നുണ്ടാകും. കടുത്ത തെറ്റാണ്. ഒരാൾ നരകത്തിലേക്ക് പോകാൻ മാത്രമായ കാരണമാണ് അതിലുള്ളത്. അതല്ല എങ്കിൽ ഷഹ്വത്തുകൾ കാരണത്താൽ, ആ ഷഹ്വത്തുകൾ ഉണ്ടാകാൻ കാരണം അത് അദമുൽ അസീമയാണ്, അല്ലെങ്കിൽ ദഅഫുൽ അസീമ. നമുക്ക് അസീമത്ത്, ഉറച്ച ഇച്ഛാശക്തിയിലുള്ള ദുർബലത, അതാണ് ഷഹ്വത്തുകൾ പ്രവർത്തിക്കാനുള്ള കാരണം. അള്ളാഹു ഹറാമാക്കിയതാണ്, പക്ഷെ അറിയാം, പക്ഷെ അത് ആ ഉറച്ച നിലപാടിൽ നിൽക്കാൻ അവൻ സാധിക്കുന്നില്ല, വഴുതി പോകുന്നു, തെറ്റിലേക്ക് വഴുതി പോകുന്നു. ഈ രണ്ടാലൊരു രൂപത്തിലാണ് ദുനിയാവിലെ ഫിത്നയെ
മൊത്തമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒന്നുകിൽ ഫിത്നത്തു ശുബ്ഹാത്താണ്, അറിവ് പഠിക്കാത്തത് കൊണ്ട്, അറിവില്ലായ്മ കാരണം ദീനിൽ നിന്നും തെറ്റിപ്പോകുന്ന കാര്യം. അതല്ല എങ്കിൽ ഷഹവത്തുകൾ, ദേഹേച്ഛയെ പിൻപറ്റിക്കൊണ്ടുള്ള കാര്യം. ഇതാണ് ഫിത്നത്തുൽ മഹ്യ എന്ന് പറയുന്നത്. ഇനി ഫിത്നത്തുൽ മമാത്ത്, മരണസമയത്തുള്ള ഫിത്ന എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും ഉള്ളത് മരിക്കാൻ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഫിത്നയുണ്ട്. അത് വലിയ ഫിത്നയാണ് എന്നാണ് പറയുന്നത്. അഥവാ ഒരാൾക്ക് ഹുസ്നുൽ ഖാത്തിമ, ഏറ്റവും നല്ല അന്ത്യം ലഭിക്കാൻ അതിന് തടസ്സമായി നിൽക്കുന്ന ചില ഫിത്നകൾ ഉണ്ടാകും. ആ സമയത്ത് അവൻ തെറ്റിപ്പോകുക, അവൻ കലിമ പറയാൻ സാധിക്കാതെ, അവൻ എന്തെങ്കിലുമൊക്കെ ആയി ഒരു മഅസിയത്തിൽ പെട്ടുകൊണ്ട് അങ്ങനെ മരണപ്പെട്ടു പോകുക. ഇത് വലിയ അപകടം പിടിച്ച ഒരു ഫിത്നയാണത്. അവസാന സമയത്ത് ഒരാൾ തെറ്റിപ്പോകുന്ന ഒരവസ്ഥ. അത് ദുനിയാവിൽ അവൻ ഏതൊരു രൂപത്തിലാണോ അവൻ ജീവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് മമാത്തിലും ഉണ്ടാകുക. ഒരാൾ ദുനിയാവിലെ ഫിത്നയിൽ എല്ലാ ഫിത്നയിലും അവൻ പെട്ടിട്ടുണ്ടെങ്കിൽ മരണസമയത്ത് അവൻ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിലേതെങ്കിലും ഒരു ഫിത്നയിലായിക്കൊണ്ടായിരിക്കും അവൻ മരണപ്പെടുക. എന്നാൽ ദുനിയാവിലെല്ലാം രക്ഷപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നമ്മൾ മരണസമയത്തുള്ള ഫിത്നയിൽ രക്ഷപ്പെടണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ പെട്ടുപോകും. നമ്മൾ പ്രസിദ്ധമായ ഒരു കഥ കേട്ടിട്ടുണ്ടാകും, ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ ഒരു കഥ. ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹം മരണാസന്നമായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള കൂടെയുണ്ട്. അബ്ദുള്ള അദ്ദേഹത്തിന്റെ താടി കെട്ടാൻ വേണ്ടിയിട്ടുള്ള തുണിയൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ചുറ്റുമുണ്ട്. അബ്ദുള്ള ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഖുൽ യാ അബി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അതാ ഇമാം അഹ്മദ് റഹിമഹുല്ല പറയുന്നു, ലാ ബഅദു, ഇല്ല ഇല്ല, ശേഷം, പിന്നീട് എന്നാണ് പറയുന്നത്. ആളുകൾക്ക് അത്ഭുതമായി. ഇമാം അഹ്മദ് അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെ പെടുന്നത്? കാരണം അദ്ദേഹം ഇമാം സുന്നയെ അറിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതിരിക്കാനുള്ള കാരണമൊന്നുമില്ല. അത്രയും നല്ല ജീവിതം ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ പിന്നീട് അദ്ദേഹം ബോധം വന്നപ്പോൾ അദ്ദേഹം കാര്യം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. നിങ്ങളിങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു പിശാജ് ഉണ്ടായിരുന്നു. ആ പിശാജ് വിരൽ കടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, യാ അഹ്മദ് ഫുത്തനി, അഹ്മദ് നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു, എനിക്ക് നീ ജീവിതത്തിൽ അവസരം തന്നേയില്ല. കാരണം പിശാജ് എല്ലാ സ്ഥലത്തും പരാജയപ്പെട്ടതാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ കഥ കാണുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്രയും പ്രയാസകരമായ ജീവിതം അദ്ദേഹം നയിച്ചിട്ടുണ്ട്. എല്ലാ പ്രയാസത്തിലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ട്. പിശാജിന്റെ വഞ്ചനകളിൽ അദ്ദേഹം പെട്ടിട്ടില്ല. അപ്പോൾ അവസാന സമയത്ത് പിശാജ് വന്നൊരു ഉജുബുണ്ടാക്കാൻ, സ്വന്തത്തിനൊരു അത്ഭുതം കൂറാൻ, അത് വലിയ അപകടമാണ്. റിയാ പോലെ തന്നെ അപകടം പിടിച്ചൊരു കാര്യമാണ്. ഒരാൾക്ക് സ്വന്തത്തിന് വലിയ ഞാൻ തരക്കേടില്ല, ഞാൻ രക്ഷപ്പെട്ടു എന്നൊരാൾക്ക് തോന്നുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ പരാജയമാണ്. ഞാൻ വലിയവനാണ് എന്നൊരാൾക്ക് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ പിശാജ് അവസാന സമയത്ത് അവൻ്റെ ഒരു തന്ത്രം പയറ്റി. അങ്ങനെ ഇമാം അഹ്മദിന് ഒരു ഉജുബോടുകൂടി മരിക്കാൻ, അങ്ങനെ ഒരു തിന്മയോടുകൂടി മരിക്കാൻ, നീ എന്നെ പറ്റിച്ചു കളഞ്ഞു, എന്നെ അശക്തനാക്കി കളഞ്ഞു എന്ന് പറഞ്ഞു. ഇമാം അഹ്മദ് പറഞ്ഞു, ലാ ബഅദു. എന്നിട്ട് അദ്ദേഹം അത് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇല്ല, മരിക്കുന്നത് വരെ നിന്റെ ഫിത്നയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇല്ല, കഴിഞ്ഞിട്ടില്ല, ശേഷമുണ്ട്, നിന്റെ ഫിത്നയുണ്ട് എന്ന് മറുപടി പറഞ്ഞതാണ്. അതല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയില്ല എന്ന് പറഞ്ഞതല്ല. അഥവാ അവസാന സമയത്ത് വരെ നമ്മളെ ഇങ്ങനെ പിഴപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, ആ വിഷയത്തിൽ നമ്മൾ അങ്ങനെ വലിയ അള്ളാഹുൽ ഒരു പ്രതീക്ഷയില്ലാത്ത രൂപത്തിൽ ഭയപ്പെടാൻ പാടില്ല. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ജീവിതം നയിച്ച ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ അന്ത്യം മോശമാക്കി കൊടുക്കുകയില്ല. അള്ളാഹു താലയോട് സിദ്ഖോടുകൂടി, സത്യസന്ധതയോടുകൂടി, നല്ല ഇഖ്ലാസോടുകൂടി ജീവിതകാലത്ത് നന്നായി പ്രവർത്തിച്ച ഒരാൾക്ക് അള്ളാഹു താല അവസാനം നന്നാക്കി കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ, തഅറഫ് ഇലൈഹി ഫിർ റഖാ യഅരിഫ്ക ഫിശ്ശിദ്ദ, നിനക്ക് എളുപ്പമുള്ള കാലത്ത് അള്ളാഹു താലയെ നീ തിരിച്ചറിഞ്ഞാൽ, അള്ളാഹുവിനുള്ള ബാധ്യതകൾ നീ പൂർണ്ണമായി നിറവേറ്റിയാൽ, യഅരിഫ്ക ഫിശ്ശിദ്ദ, നിന്റെ പ്രയാസഘട്ടത്തിൽ അള്ളാഹു നിന്നെ അറിയും. നിനക്ക് എളുപ്പമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് എളുപ്പം നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഥവാ നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇത് രണ്ടും ഒരുമിപ്പിക്കുന്ന മനസ്സാണ് ഒരു മുഅ്മിനിന് ഉണ്ടാകേണ്ടത്. അവൻ ഫിത്നത്തുൽ മഹ്യ വൽ മമാത്ത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പേടിയും ഉണ്ടാകണം. എന്നാൽ ഞാൻ അള്ളാഹുവിനോട് സിദ്ഖോടുകൂടി ഉള്ളും പുറമൊക്കെ ഒരുപോലെ നന്നാക്കിയിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തും എന്നുള്ള പ്രതീക്ഷ അവനുണ്ടാകുകയും വേണം എന്നുള്ളതാണ്. ഇതാണ് ഫിത്നത്തുൽ മഹ്യ വൽ മമാത്ത് എന്ന് പറയുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഫിത്നത്തുൽ മമാത്ത് എന്ന് പറയുന്നതിൽ ഖബറിലുള്ള ചോദ്യവും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഫിത്നത്തുൽ മമാത്ത്, മരണസമയത്തുള്ള ഫിത്ന എന്ന് പറഞ്ഞാൽ അത് ഖബറിലുള്ള 3 ചോദ്യങ്ങൾ, മൻ റബ്ബുക, മാ ദീനുക, മൻ നബിയുക എന്ന 3 ചോദ്യങ്ങളും അത് ഫിത്നയാണ്. ആ ചോദ്യം അത് ഉത്തരം കിട്ടലും ദുനിയാവിൽ നന്നായി ജീവിച്ച ആളുകൾക്കാണ്.
ദുനിയാവിൽ നന്നായി ജീവിക്കുന്ന ആളുകൾ റബ്ബി അല്ലാഹ്, ദീനി അൽ ഇസ്ലാം, നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കൃത്യമായി പറയും. എന്നാൽ മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം ലാ അദ്രി സമിഅ്തു അന്നാസ യഖൂലുന ശൈഅൻ ഫഖുൽതു, ജനങ്ങൾ എന്തൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഞാനും പറഞ്ഞതാണ്, എനിക്കിതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടില്ല എന്നായിരിക്കും മുനാഫിഖ് പറയാം. അപ്പോൾ ഇത് രണ്ടും ഉൾപ്പെടും. ഫിത്നത്തുൽ മമാത്ത് എന്ന് പറഞ്ഞാൽ അത് ഫിത്നത്തുൽ മമാത്ത് തശ്മലു ഹാലൈനി, ഹാലൽ ഇൻസാൻ ഇൻദൽ ഇഹ്തിളാർ, മരണസമയത്ത് ഉള്ള ഒരുവന്റെ അവസ്ഥ, വഹാലൽ ഇൻസാനി ബഅദ ദഫൻ, അതുപോലെ മറമാടിയതിനു ശേഷം ഉണ്ടാകുന്ന ആ അവസ്ഥ. ഇത് രണ്ടും ഉൾക്കൊള്ളും. ഇത് രണ്ടും പ്രയാസകരമായ കാര്യമാണ്. ഇതിലൊരാൾ രക്ഷപ്പെട്ടാൽ അവൻ ഏതാണ്ട് രക്ഷപ്പെട്ടതുപോലെയാണ്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ എന്നും ആവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നീട് അവസാനമായി പറഞ്ഞു വമിൻ ഫിത്നതി അൽ മസീഹ് ദജ്ജാൽ, മസീഹ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്നാണ്. അപ്പൊ മസീഹു ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് നമ്മൾ എപ്പോഴും രക്ഷ ചോദിക്കുകയും എന്നിട്ട് മസീഹു ദജ്ജാൽ എന്താണെന്ന് അറിയാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയ അബദ്ധമാണ്. മസീഹു ദജ്ജാലിനെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും അറിയണം. മസീഹു ദജ്ജാൽ അത് ഏറ്റവും വലിയ ദജ്ജാലായിട്ടുള്ളവൻ, അത് അവസാനം ഖിയാമത്ത് നാളിന്റെ സമയത്ത് വരുന്നവനാണ്. അതല്ലാത്ത ദജ്ജാലുകൾ ധാരാളം ഉണ്ടാകും. അഥവാ മനുഷ്യക്കോലത്തിൽ ആളുകളെ പഴപ്പിക്കുന്ന ദജ്ജാലുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ശേഷം 30ഓളം ദജ്ജാലൂന കസ്സാബൂൻ, കളവ് പറയുന്ന ആളുകൾ പറയും. കുല്ലുഹും യസ്അമൂന അന്നഹും നബി, എല്ലാവരും ഞാൻ നബിയാണെന്ന് പറയും. ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു നബി ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ദജ്ജാലുകൾ ധാരാളമുണ്ട്. അതല്ലാത്ത ദജ്ജാലുകളും ഉണ്ടാകും. ദലാലത്തിന്റെ വഴികേടിന്റെ മാർഗത്തിലേക്ക് ആളുകളെ നയിച്ചു കൊണ്ടുപോകുന്ന ദജ്ജാലുമാരുണ്ടാകും. ഇതൊക്കെ വലിയ ഫിത്ന തന്നെയാണ്. ഇതിൽ ഇതും കൂടി ഉൾപ്പെടുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. പല സാധാരണക്കാരായ ആളുകളും ഇത്തരം ദജ്ജാലുകളുടെ വാക്കുകൾ കേട്ടിട്ടാണ് സിറാത്തൽ മുസ്തഖീമിൽ നിന്ന് സഞ്ചരിക്കുന്നതിന് പകരം ഇങ്ങനെ ദലാലത്തിന്റെ എന്തെങ്കിലുമൊക്കെ പ്രസംഗം, അല്ലെങ്കിൽ അയാളുടെ പ്രഭാഷണം, അയാളുടെ ക്ഷണം, അയാളുടെ മനോഹരമായ ആ ക്ഷണം കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന വഴി ഉപേക്ഷിച്ച് നരകത്തിന് വഴി തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ വലിയ ദജ്ജാലനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാളിൽ ഉണ്ടെങ്കിൽ മാത്രമല്ല അവന് പേടിക്കാനുള്ളത്, ഇത്തരം ദജ്ജാലുകളെയും അവന് പേടിക്കാനുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ദജ്ജാൽ, ഏറ്റവും വലിയ ഫിത്ന അത് അവസാന കാലഘട്ടത്തിൽ വരുന്ന അൽ മസീഹു ദജ്ജാലാണ്. ആ മസീഹു ദജ്ജാൽ അവനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം അറിയിച്ചു തന്നിട്ടുണ്ട്. അവൻ ദുനിയാവിൽ എത്താത്ത സ്ഥലമുണ്ടാവുകയില്ല. എല്ലാ സ്ഥലത്തും അവൻ വേഗത്തിൽ എത്തുന്നതായിരിക്കും. ആ സ്ഥലങ്ങളിൽ എത്തുകയും അവൻ ഒരുപാട് മാന്ത്രികമായ കഴിവുകൾ കാണിക്കുകയും ചെയ്യും. അവൻ ആദ്യമായി വാദിക്കുക അവനൊരു നബിയാണെന്ന് വാദിക്കും. പിന്നെ അവൻ റബ്ബാണെന്ന് വാദിക്കും. അവനെ വിശ്വസിക്കാതെ വരുന്ന സമയത്ത് അവന്റെ റുബൂബിയത്ത് കാണിക്കുന്ന രൂപത്തിൽ പല പ്രവർത്തനങ്ങളും കാണിച്ചു കൊടുക്കും. ആകാശത്തുനിന്ന് അവൻ മഴ പെയ്യിക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ അവൻ കൊലപ്പെടുത്തും. എന്നിട്ട് അതിനു മുകളിൽ 2 കഷ്ണത്തിന് വേറെ വേറെയാക്കി നടക്കും. പിന്നീട് അയാൾക്ക് ജീവൻ കൊടുക്കും. ഇങ്ങനെ പല രൂപത്തിലുള്ള പണികളും അവൻ എടുക്കും. ഇതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അള്ളാഹു താല ഇങ്ങനെ പരീക്ഷണമായി വെച്ചിട്ടുള്ളതാണ്. അതല്ലാതെ അള്ളാഹുവിന്റെ ഖുദ്റത്തിൽ കൈകടത്താനൊന്നും ഒരാൾക്കും സാധിക്കുകയില്ല. മറിച്ച് അള്ളാഹു താല നമുക്ക് ധാരാളം പരീക്ഷണങ്ങൾ നിശ്ചയിച്ചതുപോലെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷണമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടേണ്ട മാർഗങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ അതിന് പ്രാർത്ഥിക്കുകയും വേണം. അപ്പൊ ഈ ദജ്ജാൽ അത് അവസാന കാലഘട്ടത്തിലാണ് വരിക. എന്നാൽ ആ ദജ്ജാലിന്റെ ഫിത്ന കാരണം, അത് വലിയ കടുത്ത ഫിത്നയായത് കാരണം അത് ഫിത്നത്തുൽ മഹിയ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പ്രത്യേകം എടുത്ത് പറയുക. അതല്ലെങ്കിൽ ഇതും ഫിത്നത്തുൽ മഹിയയിൽ ഉൾപ്പെടും. നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഫിത്ന തന്നെയാണ്. പക്ഷെ ആ ഫിത്ന വലിയ ഫിത്നയായത് കാരണത്താൽ അത് പ്രത്യേകം എടുത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഒരു നബിമാരും ഈ മസീഹ് ദജ്ജാലിൽ നിന്നുള്ള ഫിത്നയെ തൊട്ട് രക്ഷ തേടാതിരുന്നിട്ടില്ല എന്നാണ്. അത് അത്രയും വലിയ ഫിത്നയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കുകയില്ല എന്നാണ്. നമ്മൾ എത്ര ഈമാൻ ഉണ്ടെങ്കിലും അതിൽ ദുർബലത ഉണ്ടായാൽ ആ ഫിത്നയിൽ പെട്ടുപോകാനും അവന്റെ വിളിക്ക് ഉത്തരം നൽകാനും അങ്ങനെ പിഴച്ചു പോകാനും സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹദീസുകളിൽ ധാരാളം അതുമായി ബന്ധപ്പെട്ടൊക്കെ കാണാൻ സാധിക്കും. പിന്നീട് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ ഹദീസിൽ നിന്നുള്ള ഫായിദകളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തേത് അൽ ഫായിദത്തുൽ ഊല മശ്റൂഇയ്യത്തുൽ ഇസ്തിആദത്ത് ബില്ലാഹി മിൻ ഹാദിഹിൽ അർബഅ. ഈ 4 കാര്യത്തിൽ നിസ്കാരത്തിൽ രക്ഷ തേടാൻ അത് ശറആക്കിയിട്ടുണ്ട്. വദ്ദലീലു മിനസ് സുന്നത്തുൽ ഖൗലിയ്യ വൽ ഫിഅലിയ്യ. 2 രൂപത്തിൽ തെളിവ് വന്നിട്ടുണ്ട്. ഒന്ന് സുന്നത്തുൽ ഖൗലിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമ്മളോട് വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. വാക്കാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇദാ തശഹദ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ തശഹുദിനിരുന്നാൽ ഫൽയസ്തഇദ് ബില്ലാഹി മിൻ അർബഇൻ, 4 കാര്യത്തിൽ നിന്നും രക്ഷ തേടണം എന്ന് വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് അദ്ദലീലു മിനസ് സുന്നത്തുൽ ഫിഅലിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരമായ പ്രവൃത്തിയാണ്. ഇതിൽ 2 ഏതും നമുക്ക് തെളിവായി മതി.
അവിടുന്ന് പറയുകയും ചെയ്തു, അവിടുന്ന് ജീവിതത്തിൽ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 തെളിവുകളും നമുക്കുണ്ട്. എന്നാൽ ഈ തെളിവ് അത് നിർബന്ധമാണ് എന്നറിയിക്കുന്നതാണോ അതല്ല മുസ്തഹബാണോ? ഇത് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. അസൽ നമ്മളോട് ഏതൊരു കാര്യം കൽപ്പിച്ചാലും പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഏതെങ്കിലുമൊക്കെ സമയത്ത് നമ്മളിത് ചെയ്യാതെ പോയാലോ, അത് നിർബന്ധത്തിനുള്ളതാണ് എങ്കിൽ നമ്മളൊരു ഹറാമ് ചെയ്തു എന്ന് വരും. അതല്ല എങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഇബാദത്തിനെ തന്നെ ബാധിക്കുന്ന ചില കാര്യമാകും. നമ്മുടെ നിസ്കാരം ബാത്തിലായി പോകുമോ, അല്ലെങ്കിൽ ഏതാണോ പ്രവൃത്തി അത് ബാത്തിലായി പോകുമോ എന്നൊരു ചോദ്യം വരും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഹുക്കും എന്താണെന്ന് അറിയേണ്ടതുണ്ട്. അതിന് ഭൂരിഭാഗ പണ്ഡിതന്മാരും അത് പറഞ്ഞിട്ടുള്ളത് അത് മുസ്തഹബാണ് എന്നാണ്. എന്നാൽ വാജിബാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, വൽ ഖൗലു ബിൽ വുജൂബി ഖൗലുൻ ഖവി. അത് വാജിബാണ് എന്ന് പറയുന്ന ഖൗല് നല്ല ശക്തമായ ഖൗല് തന്നെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിക്കുകയാണ് ഒന്നാമതായി ചെയ്തിട്ടുള്ളത്. അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് ആ പ്രവൃത്തി അവിടുന്ന് സ്ഥിരമായി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല സലഫുകളിൽ ചിലരുടെ അഥവാ താഊസ് റഹിമഹുള്ളയുടെ ഒരു അസർ കാണാൻ സാധിക്കും. ഒരിക്കൽ അദ്ദേഹത്തിന്റെ മകൻ ഈ 4 കാര്യത്തിൽ നിന്നും പ്രാർത്ഥന രക്ഷ തേടാതെ സലാം വീട്ടി. മകൻ ഇങ്ങനെ പറഞ്ഞു, ഞാനിത് ചൊല്ലിയിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം മാറ്റി നിസ്കരിക്കാൻ പറഞ്ഞു, അത് വീണ്ടും നിസ്കരിക്കാൻ പറഞ്ഞു. അതിനെ തെളിവാക്കിയിട്ടാണ് ചിലർ പറയുന്നത് അത് വാജിബാണ് എന്നാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അത് മുസ്തഹബായ കാര്യമാണ് എന്നാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓർമ്മയുണ്ട് എങ്കിൽ നമ്മൾ ഒരിക്കലും തന്നെ വേഗം സലാം വീട്ടാൻ വേണ്ടി ഇത് ഒഴിവാക്കാൻ പാടില്ല. കാരണം ഇത് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം ഒന്നാമതായി നിലനിൽക്കുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ ചോദിക്കുന്ന രക്ഷാതേട്ടം എന്ന് പറയുന്നത് അങ്ങേയറ്റം ഗൗരവമുള്ള കാര്യത്തിലാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ അങ്ങേയറ്റം അതിന് ആവശ്യക്കാരാണ്. നമ്മൾ അതിനൊന്നും ആവശ്യമില്ലാതെ സലാം വീട്ടി അതിനേക്കാളും വലിയ പണിയൊന്നും നമുക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും വലിയ ആവശ്യക്കാരാണ് ഈ 4 കാര്യത്തിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് ഫർളാകട്ടെ സുന്നത്താകട്ടെ നമ്മൾ ഇത് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. മാത്രവുമല്ല ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് തശഹുദിന് ശേഷം ഒരു സലാത്തുണ്ട്. ഹംബലി മദ്ഹബിലൊക്കെ പ്രബലമായ അഭിപ്രായം അത് നിസ്കാരത്തിന്റെ റുക്കിനിൽപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ്. അഥവാ ഒരാൾ മറന്നുപോയാൽ പോലും അയാളുടെ നിസ്കാരം ബാത്തിലാകും. ഇത് ഹംബലി മദ്ഹബിൽപ്പെട്ട പ്രബലമായ അഭിപ്രായമാണ്. അങ്ങനെ അഭിപ്രായം ഉണ്ടായിട്ട് പോലും അങ്ങനെ ആ സലാത്ത് അവിടെ ചൊല്ലണം എന്നുള്ളതിന് ശക്തമായ ഹദീസുകളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഇദാ തശഹദ അഹദുകും ഫൽയുസല്ലി അലയ്യ, നിങ്ങൾ തശഹുദിന് ഇരുന്നാൽ എനിക്ക് വേണ്ടി സലാത്ത് ചൊല്ലണം. അങ്ങനെയൊന്നും ഹദീസില്ല. എന്നിട്ട് പോലും അവരതിന് റുക്കിനായിട്ടാണ് കാണുന്നത്. എന്നാൽ അതിനേക്കാളും ശക്തമായ തെളിവാണ് അതിനുശേഷമുള്ള ഈ പ്രാർത്ഥനക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പരമാവധി അത് ഒഴിവാക്കാതെ എല്ലാ നിസ്കാരത്തിലും ഫർളാകട്ടെ സുന്നത്താകട്ടെ നമ്മളത് പ്രാർത്ഥിക്കുക. അഥവാ അത്തഹിയാത്തിന് ഇരുന്നാൽ അത്തഹിയാത്തു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, പിന്നീട് ഇബ്രാഹിം സലാത്ത്, പിന്നീട് ഏറ്റവും കുറഞ്ഞത് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഇതിനു മുമ്പും ധാരാളം പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ട്. പക്ഷെ ആ പ്രാർത്ഥനയെക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അങ്ങനെ സമയം കിട്ടൂല എന്ന് തോന്നുന്നു എന്ന് വിചാരിക്കുക. അഥവാ പൊതുവെ ഇമാമ് വേഗം സലാം വിട്ടു, നമ്മൾ ഇതൊക്കെ പ്രാർത്ഥിക്കാൻ നിന്നാൽ ഇമാമ് സലാം വിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുകയാണ് എങ്കിൽ തശഹുദിൽ ആദ്യം അത്തഹിയാത്തു അത് ചൊല്ലുക, സലാത്ത് ചൊല്ലുക, ശേഷം ആദ്യം ഈ 4 കാര്യത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നീട് നമുക്ക് സമയമുണ്ടെങ്കിൽ എന്ത് ദുആയും ദുആ ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുആ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസിൽ വരുന്നുണ്ട്. അതല്ല എങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു പോലെയുള്ള പ്രാർത്ഥനകൾ, ധാരാളം മഗ്ഫിറത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്, അതൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷെ ഈ 4 കാര്യങ്ങൾ ഇതിനെ നമ്മൾ മുന്തിക്കുക, ഇതിനെ നമ്മൾ വേഗത്തിൽ ഇത് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് ഒന്നാമത്തെ ഫായിദയിൽ അദ്ദേഹം അത് മശ്റൂ ആണ്. അതുപോലെ തന്നെ അതിന്റെ ഹുക്കുമും പറഞ്ഞു. ഭൂരിഭാഗം പണ്ഡിതന്മാരും അത് മുസ്തഹബാണ്. അഥവാ ഒരാൾ മറന്നാൽ നിസ്കാരം ബാത്തിലാവുകയില്ല, മാറ്റി നിസ്കരിക്കേണ്ടതില്ല എന്ന് ചുരുക്കം. പക്ഷെ ഓർമ്മയുണ്ട് എങ്കിൽ അത് ഉപേക്ഷിക്കാതിരിക്കുക എന്നതാണ് അഭികാമ്യം. രണ്ടാമത്തെ അൽ ഫായിദത്തു സാനിയ റഹ്മത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഉമ്മത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോടുള്ള കാരുണ്യം. കാരണം അവർക്ക് ഏറ്റവും ആവശ്യമുള്ള 4 കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ അവിടുന്ന് പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഫായിദ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാജത്തിൻ ഇലാ അൻ യുഈദഹു അല്ലാഹു മിൻ ഹാദാ. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ കാര്യത്തിൽ രക്ഷ കൊടുക്കണം, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യക്കാരനാണ് എന്ന് ഈ ഹദീസിൽ അറിയിക്കുന്നുണ്ട്. അത് വലിയ നമുക്ക് അത്ഭുതം ഉണ്ടാക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തിൽ ആവശ്യക്കാരനായതുകൊണ്ടാണ് ആവർത്തിച്ച് പ്രാർത്ഥിച്ചത്. അതല്ലാതെ ഒരു അബസല്ല, വെറുതെ ഇങ്ങനെ ഒരു ആവശ്യമില്ലാതെ ഞാൻ തികഞ്ഞവനായിക്കൊണ്ട് പ്രാർത്ഥിച്ചതല്ല, അവിടുന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ആത്മാർത്ഥതയോടുകൂടി എല്ലാ നിസ്കാരത്തിലും അതിലേക്ക് ആവശ്യക്കാരനായി പേടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ
നമ്മുടെ അവസ്ഥ നമ്മളത് ചിന്തിക്കുക. നമ്മളും അത് ആത്മാർത്ഥതയോടുകൂടി അർത്ഥം മനസ്സിലാക്കി ഓരോ സമയത്തും പ്രാർത്ഥിക്കുക. പിന്നെയുള്ള ഫായിദകൾ പലതും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇസ്ബാത്തു അസാബിൽ ഖബർ, ഖബറിൽ ശിക്ഷയുണ്ട് എന്നുള്ള കാര്യം അത് ഈ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അടുത്ത ഫായിദ ഇസ്ബാത്തു അസാബിൻ നാർ, നരകശിക്ഷ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതും നമ്മളിതുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അവിടെ അദ്ദേഹം മറ്റൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ഹലിന്നാറു മൗജൂദത്തുൻ അല്ലാൻ, നരകം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ എന്നാണ്. നരകം ഇപ്പോൾ ഉണ്ടോ? ചില ആളുകൾ, ചില ബിദ്അത്തിന്റെ കക്ഷികൾ നരകം ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്നതിനെ നിഷേധിക്കുന്നവരാണ്. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം നരകം ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെയാണ്. നരകം അള്ളാഹു തയ്യാറാക്കിയിരിക്കുന്നു. എന്താണ് അതിന് തെളിവ്? അള്ളാഹു താല ധാരാളമായത്തിൽ പറഞ്ഞു. സൂറത്തു ആലി ഇംറാനിൽ പറഞ്ഞതുപോലെ വത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. അല്ലത്തി ഉഇദ്ദത് ലിൽ കാഫിരീൻ, കാഫിറുകൾക്ക് തയ്യാറാക്കപ്പെട്ട, മാളിയായിട്ടാണ്, അഥവാ ചെയ്തു കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നരകവും സ്വർഗവും അള്ളാഹു താല ഇപ്പോൾ തന്നെ അത് പടച്ചിട്ടുണ്ട്. അത് നേരത്തെ അള്ളാഹു താല പടച്ചിട്ടുള്ള കാര്യമാണ്. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലുള്ള പല കാഴ്ചകളും അവിടുന്ന് കാണുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു താല എന്താണ് നാളെ സംഭവിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരത്തെ കൂട്ടി കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കാണാം. ഇനി നരകവുമായി ബന്ധപ്പെട്ട ആ നരകം ശാശ്വതമാണോ എന്നുള്ള ചോദ്യം. നരകം ശാശ്വതമാണ്. കാരണം അതിലുള്ള ആളുകൾ ശാശ്വതമാണെങ്കിൽ നരകവും ശാശ്വതമായി ഇവിടെ നിലനിൽക്കും. അത് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കുകയില്ല. കാരണം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട ചില പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അവർക്ക് തെറ്റുപറ്റുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹം ഇതിനിടയിൽ കൊടുത്തിട്ടുള്ളത്. അത് ശാശ്വതമാണ് എന്നതാണ് ഉത്തരം. ഫായിദ, അടുത്ത ഫായിദ ഖുതൂറത്തുൽ ഫിത്നത്തി ഫിൽ ഹയാത്തി വൽ മമാത്ത്. നമ്മൾ പറഞ്ഞു ജീവിത ഘട്ടത്തിലും മരണഘട്ടത്തിലുമുള്ള ഫിത്നയുടെ അപകടം, അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഫായിദ ഖതറു ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, മസീഹ് ദജ്ജാലിന്റെ ഫിത്നയുടെ അപകടം. അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് അത് പ്രാർത്ഥിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുകയുണ്ടായി. ദജ്ജാലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പിന്നീട് കൊടുത്തിട്ടുള്ളത്. അടുത്ത ഹദീസ് വായിക്കാം. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ അൻ അബീ ബക്ർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ വഅൻ അബീ ബക്ർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അന്നഹു ഖാല ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലിംനി ദുആഅൻ അദ്ഉ ബിഹി ഫീ സ്വലാത്തി ഖാൽ അല്ലാഹുമ്മ ഖുൽ അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു അംർ, രണ്ടുപേരുമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ റളിയല്ലാഹു അൻഹും എന്ന് കൊടുത്തിട്ടുള്ളത്. അബ്ദുല്ലയും അംർ ബിൻ ആസ് രണ്ടാളുകളും സഹാബിയാണ്. അതുപോലെ അബൂബക്കർ സിദ്ദീഖും, അങ്ങനെ 3 പേരുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം റളിയല്ലാഹു അൻഹും എന്ന് മത്തനിൽ കൊടുത്തിട്ടുള്ളത്. റളിയല്ലാഹു അൻഹും അദ്ദേഹം പറയുകയാണ്, ഖാല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലിംനി ദുആഅൻ അദ്ഉ ബിഹി ഫീ സ്വലാത്തി, എനിക്ക് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാനായി ഒരു ദുആ പഠിപ്പിച്ചു തരുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ, നീ പറയുക, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറത മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അത് വിശദീകരിക്കാം. ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ചോദിക്കുന്നത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളലുൽ ഖൽഖായിട്ടുള്ള ആളാണ്. അഥവാ അമ്പിയാക്കൾ മാറ്റി നിർത്തിയാൽ ഈ ഉമ്മത്തിലുള്ള ഏറ്റവും അഫ്ളലായിട്ടുള്ള ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉത്തരം പറയുന്നത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും അദ്ദേഹം കൂടുതൽ അഥവാ അള്ളാഹുലേക്ക് അടുത്ത വ്യക്തിയായിട്ട് പോലും അദ്ദേഹം അങ്ങേയറ്റം ഇബാദത്തുകൾ വീണ്ടും ആഗ്രഹിക്കുകയാണ്. കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയാണ് ഔലിയാക്കളുടെ സ്വഭാവം. അവർ കൂടുതൽ അള്ളാഹുലേക്ക് ഇബാദത്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുക. അല്ലാതെ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടമെത്തിയാൽ ഇബാദത്തുകൾ അവസാനിപ്പിക്കുക എന്നുള്ളത് അല്ല. ഇവിടെ ഏറ്റവും ഔലിയാക്കളുടെ നേതാവെന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ഈ പ്രാർത്ഥന ചോദിക്കുന്നത്. എന്താണ് ചോദിച്ചത്? അല്ലിംനി ദുആഅൻ അദ്ഉ ബിഹി ഫീ സ്വലാത്തി, എന്റെ നിസ്കാരത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥന എന്നാണ് പറയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുന്നു. ഈ ഹദീസ് നേർക്ക് നേരെ കണ്ടാൽ എവിടെയാണത് പ്രാർത്ഥിക്കേണ്ടത് എന്നില്ല. നിസ്കാരത്തിൽ പ്രാർത്ഥിക്കണമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞുകൊള്ളുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അത് സുജൂദിലാണോ അതല്ല വേറെ എവിടെയെങ്കിലും ആണോ എന്ന് ഇതിൽ വന്നിട്ടില്ല. എന്നാൽ വേറെ ചില റിവായത്തിൽ അത് അവസാനം തശഹുദിലാണ് എന്ന് തന്നെ വ്യക്തമായി വന്നിട്ടുണ്ട്. അപ്പൊ തശഹുദിലാണ് ഇത് പ്രാർത്ഥിക്കേണ്ടത്, സലാം വീട്ടുന്നതിന് മുമ്പാണ് ഇത് പ്രാർത്ഥിക്കേണ്ടത് എന്ന് വേറെ ചില റിവായത്തിൽ വന്നിട്ടുണ്ട്. അതിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹുദിൽ പ്രാർത്ഥിക്കാൻ പറയുന്ന പ്രാർത്ഥന അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. എന്താണ് അതിൽ പറയുന്നത്? ഖുൽ, നീ പറയുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് കൽപ്പനയാണ്. എന്നാൽ പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെട്ട ഒരു കായികയാണ്, ഒരു കാര്യം ഒരാൾ ചോദിച്ചതിന് ശേഷമാണ്, എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചതിന് ശേഷമാണ് അമ്രിന്റെ രൂപത്തിൽ, കൽപ്പന രൂപത്തിൽ ഉത്തരം പറയുന്നത് എങ്കിൽ അത് ഇസ്തിഹ്ബാബിനുള്ളതായിരിക്കും, അത് നിർബന്ധത്തെ കുറിക്കുകയില്ല എന്നാണ്. അതല്ലെങ്കിൽ ഇത് വാജിബായി തീരേണ്ടതാണ്. എന്നാൽ ഇത് വാജിബല്ല, ഇത് സുന്നത്താണ് എന്നുള്ള കാര്യത്തിൽ അറിയപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖുൽ എന്നുള്ളത് അത് സുന്നത്തിനെ അറിയിക്കുന്ന കാര്യമാണ്. അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി ളുൽമൻ കസീറ. അല്ലാഹുമ്മ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലാഹുവേ എന്നാണ്. ഇന്നി വലംതു നഫ്സി ളുൽമൻ കസീറ, ഞാൻ എന്നോട് തന്നെ, എൻ്റെ ശരീരത്തോട് തന്നെ ധാരാളം ദുൽമി പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ്. ദുൽം എന്നുള്ള വാക്കിന്റെ അർത്ഥം നഖ്സ് എന്നാണ്, കുറവ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അക്രമം നമ്മൾ പറയാറുണ്ട്, പക്ഷെ ഭാഷാപരമായി അതിനൊരു അർത്ഥമുണ്ട്, കുറവ് വരുത്തുക എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഹക്കിൽ ഞാൻ കുറവ് വരുത്തി, ഒന്നുകിൽ അള്ളാഹു കൽപ്പിച്ച വാജിബായ കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, അതല്ല എങ്കിൽ അള്ളാഹു തആല ഹറാമാക്കിയ കാര്യങ്ങൾ അത് പ്രവർത്തിച്ചുകൊണ്ട്, രണ്ടാലൊരു രൂപത്തിൽ അള്ളാഹുവിന്റെ ഹക്കിലുള്ള കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി വലംതു, ഞാൻ കുറവുകൾ വരുത്തി, വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ രണ്ടും നമുക്ക് ഓർമ്മ വേണം. നമ്മൾ കൽപ്പിച്ച കാര്യങ്ങളിലുള്ള വീഴ്ചകൾ ഉണ്ടാകും, അതുപോലെ തന്നെ ഹറാമുകൾ ചെയ്തു പോയിട്ടുണ്ടാകും. വലംതു നഫ്സി, എന്റെ നഫ്സിനോടാണ് ദുൽമ ചെയ്തിട്ടുള്ളത്. എന്താണ് നഫ്സിനോട് ദുൽമ ചെയ്യുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത്, നമ്മുടെ നഫ്സ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കേണ്ട അതിന്റെ ഉടമസ്ഥൻ ഞാനാണെന്ന് വിചാരിക്കേണ്ട, മറിച്ച് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച് നമുക്ക് തന്നതാണ്. ആ നഫ്സിനോട് നമുക്ക് ബാധ്യതയുണ്ട്. ഇത് രണ്ടും അള്ളാഹുവിന്റെ അടിമകളാണ്. നമ്മുടെ റൂഹാകട്ടെ നഫ്സാകട്ടെ, ഇത് അള്ളാഹുവിന്റെ അടിമകളാണ്. അതിനെ അള്ളാഹുവിനെ ധിക്കരിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിച്ചയക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനോട് ദുൽമ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ച് നമ്മൾ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്ന പണിയാണ്. അങ്ങനെയുള്ള ശരീരത്തിനോടുള്ള ദുൽമ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പൊ ആ ദുൽമിൽപ്പെട്ടതാണ് പണ്ഡിതന്മാർ പറയുന്നു, ഒരാൾ തന്റെ ശരീരത്തിന് ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുക്കാതെ ഇങ്ങനെ പട്ടിണിക്കിടുക എന്ന് പറയുന്നത് അത് ശരീരത്തിനോട് കാണിക്കുന്ന ഒരു ദുൽമാണ്. എന്തെങ്കിലും ചികിത്സയുടെ ഭാഗമായിട്ടല്ല, മറിച്ച് ഒരാൾ വെള്ളവും ഭക്ഷണവും കഴിക്കാതെ അങ്ങനെ നശിക്കാൻ തീരുമാനിക്കുകയാണ്. അതൊരു ദുൽമ തന്നെയാണ്, ശരീരത്തിനോട് കാണിക്കുന്ന ഒരു ദുൽമാണ്. അങ്ങനെ അവകാശം നമുക്കില്ല. വല തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ കൊല്ലാൻ പാടില്ല. ആത്മഹത്യ ചെയ്യാൻ മനുഷ്യന് അവകാശമില്ല. കാരണം അവന്റെ അവകാശത്തിൽപ്പെട്ടതല്ല അവന്റെ ശരീരം എന്ന് പറയുന്നത്. അല്ലാഹു തആല പഠിച്ചിട്ടുള്ളതാണ്. അവന് തോന്നുന്നത് പോലെ അതിനെ കൊണ്ടു നടക്കാൻ അവന് അവകാശമില്ല. അല്ലാഹു തആല പറയുന്നത് പോലെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ശരീരത്തിനോടുള്ള ദുൽമ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ദുൽമ രണ്ട് രൂപത്തിലാണ്. ഒന്നുകിൽ മഅസിയത്ത് പ്രവർത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പുണ്യങ്ങളിൽ നിന്നും അതിനെ തടഞ്ഞുകൊണ്ട്. കസീറൻ, ധാരാളം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മുബാലകത്തിന് പറഞ്ഞതല്ല, അതിശയോക്തിയായിക്കൊണ്ട് പറഞ്ഞതല്ല, മറിച്ച് ധാരാളം ദുൽമകൾ നമ്മൾ ചെയ്യുന്നുണ്ടാകും. ചിലപ്പോൾ നല്ല പ്രവർത്തനം ചെയ്യുന്ന ആളുകളും ദുൽമ ചെയ്യും. എങ്ങനെയാണ്? അവന്റെ നീയത്തിലുള്ള പ്രശ്നം കാരണത്താൽ. നീയത്തിൽ പ്രശ്നമായി റിയാഓടുകൂടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിനോട് ചെയ്യുന്ന ഒരു ദുൽമ തന്നെയാണ്. കാരണം റിയാഓടുകൂടിയാണ് ഒരാൾ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അത് അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. യഥാർത്ഥത്തിൽ ശരീരത്തിനോടുള്ള ഹക്ക് എന്ന് പറഞ്ഞാൽ അത് റിയാ ഇല്ലാതെ, ലോകമാന്യമില്ലാതെ അല്ലാഹു തആലക്ക് മാത്രമാക്കിക്കൊണ്ട്, ഖാലിസാക്കിക്കൊണ്ട് അതിനെ അനുസരിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ റിയാഓടുകൂടിയാണ് നമ്മൾ പ്രവർത്തനം ചെയ്യുന്നത് എങ്കിൽ അത് അതിനോട് ദുൽമ ചെയ്യലായി. അതുപോലെയുള്ള തിന്മകളും അത് ധാരാളമായി സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ, ധാരാളം ദുൽമകൾ നമ്മളിൽ സംഭവിച്ചു പോകുന്നുണ്ട് എന്ന് അള്ളാഹുവിനോട് ഇഫ്തിഖാർ, അള്ളാഹുവിനോട് നമ്മൾ അതിലേക്ക് ആവശ്യക്കാരാണെന്ന്, നമ്മൾ ഫുഖറാക്കളാണ്, ദരിദ്രരാണ്, നമ്മൾ ആവശ്യക്കാരാണെന്ന് അള്ളാഹുവിനോട് അറിയിക്കുകയാണ്. അത് പ്രാർത്ഥനയുടെ മര്യാദയിൽപ്പെട്ടതാണ്, നമ്മൾ അതിന് ആവശ്യക്കാരാണ് എന്നുള്ളത്. വലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത്, നീ അല്ലാതെ അള്ളാഹുവെ പാപങ്ങൾ പൊറുക്കാൻ മറ്റാരുമില്ല എന്നാണ്. അത് വളരെ സത്യമായ കാര്യമാണ്. മനുഷ്യൻ ആര് വിചാരിച്ചാലും പാപങ്ങൾ പുറത്തു തരാൻ സാധിക്കുകയില്ല. അള്ളാഹു തആല തന്നെ
പുറത്തു കൊടുക്കണം. മനുഷ്യന്മാർക്ക് അവർക്ക് തമ്മിലുള്ള ഹക്കുകൾക്ക് എന്തെങ്കിലും വിട്ടുകൊടുക്കാം എന്നല്ലാതെ ഒരാൾക്ക് വലിയ പാപമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരും, ഞാൻ ശരിയാക്കി തരാം എന്നൊരു പ്രവാചകന് പോലും പറയാൻ സാധിക്കുകയില്ല. ഒരാൾക്ക് പോലും അത് ഏറ്റെടുക്കാൻ സാധിക്കില്ല. നീ എത്ര തെറ്റ് ചെയ്താലും സാരം ഞാൻ പുറത്തു തരാം എന്നൊരാൾക്കും പറയാൻ സാധിക്കുകയില്ല. എന്നോട് എന്തെങ്കിലുമൊക്കെ ദുൽമ ചെയ്താൽ ഞാനത് വിട്ടുതരാം, ഞാൻ പുറത്തു തരാം എന്നൊരാൾക്ക് പറയാമെന്നല്ലാതെ ഒരു ചെറിയ പാപം പോലും എത്ര വലിയ സാലിഹായ വ്യക്തിക്ക് പോലും അത് ഞാൻ പുറത്തു തരാം, അത് ഞാൻ ശരിയാക്കി തരാം എന്നൊരു ഗ്യാരണ്ടി കൊടുക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. കാരണം അള്ളാഹു താലക്ക് മാത്രമായിട്ടുള്ള അവകാശപ്പെട്ട കാര്യമാണ് പാപങ്ങൾ പുറത്തു തരിക എന്നുള്ളത്. ഈ കാര്യമാണ് ആളുകൾ അള്ളാഹുവിന്റെ ചില അടിമകളോട് മാല മൗലൂദിലും ബൈത്തിലൊക്കെ നീയാണ് പാപങ്ങൾ പൊറുക്കുന്നവൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. സഹോദരങ്ങളെ, എത്ര വലിയ അപകടമായ കാര്യമാണ്. അള്ളാഹുവിനോട് നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യമാണിത്. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത്, നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല എന്ന് നമ്മൾ അള്ളാഹുവിനോട് പറയാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടതാണ്. എന്നിട്ടും ചില ആളുകൾ അള്ളാഹുവിന്റെ അടിമകളിൽ ചിലർ പാപങ്ങൾ പൊറുക്കും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും, സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും എന്നെല്ലാം പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ അള്ളാഹുവിനോട് പറയുന്നു, വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത് ഫഗ്ഫിർ ലി, അതുകൊണ്ട് നീ അല്ലാതെ അങ്ങനെ ചെയ്യില്ല, അതുകൊണ്ട് ഫഗ്ഫിർ ലി, നീ എനിക്ക് പാപങ്ങൾ പുറത്തു തരണം. മഗ്ഫിറത്തൻ മിൻ ഇൻദിക്, നിന്റെ അടുക്കലുള്ള പാപമോചനം കൊണ്ട്. ആ പാപമോചനം വെറുതെ ഉള്ള നിന്റെ അടുക്കലുള്ളതാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം മഹത്വമുള്ളവനാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ആ പാപമോചനവും മഹത്വമുള്ളതായിരിക്കും, അത് നമുക്ക് ഉപകാരമുള്ളതായിരിക്കും എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വർഹംനി, നീ എനിക്ക് കാരുണ്യം ചൊരിയുകയും ചെയ്യണമേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ അങ്ങേയറ്റം പാപങ്ങൾ പുറത്തു തരുന്നവനും കാരുണ്യം ചൊരിയുന്നവനുമാണ് എന്ന് അള്ളാഹു താലയോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ സവാലുൽ മക്രൂഹാണ്, നമുക്ക് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നീങ്ങിപ്പോകാനുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ റഹ്മത്ത് എന്ന് പറയുന്നത് ഹുസൂലുൽ മത്ലൂബാണ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്. ആദ്യം നമ്മളിൽ നിന്നുള്ള തിന്മകളൊക്കെ ഒന്ന് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം അള്ളാഹുവിന്റെ റഹ്മത്ത്, കാരുണ്യം, ധാരാളം നന്മകൾ അത് ഇങ്ങോട്ട് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, മഗ്ഫിറത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്ന് സത്രു ദംബാണ്, പാപങ്ങൾ അള്ളാഹു താല മറച്ചു തരിക എന്നുള്ളതാണ്. രണ്ടാമത്തത് വത്തജാവസു അൻ, അള്ളാഹു അത് വിട്ടുതരിക, ഒഴിവാക്കി തരിക എന്നുള്ളതാണ്. രണ്ടും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ഇതിൽ അള്ളാഹു താല നിനക്ക് പുറത്തു തരുന്നു, പക്ഷെ നിന്റെ പാപം അള്ളാഹു മറച്ചു വെച്ചില്ല, ആളുകൾക്കിടയിൽ നിന്നെ വഷളാക്കിയെങ്കിലോ നീ ആകെ ഇല്ലാതായി പോകും. അള്ളാഹു താല പുറത്തു തന്നു, നിന്റെ കഴിഞ്ഞു പോയ തിന്മകൾ, നീ രഹസ്യമായി ചെയ്ത തിന്മകൾ, ഇത് അള്ളാഹു താല ഉദ്ദേശിച്ചത് പരസ്യമാക്കിയിരുന്നെങ്കിൽ നിനക്ക് ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കുകയില്ല, വലിയ പ്രയാസത്തിലായി പോകും. ഇത് രണ്ടും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഫഗ്ഫിർലി, അല്ലാഹു മഗ്ഫിർലി എന്ന് പറയുമ്പോൾ മഗ്ഫിറത്ത് എന്നുള്ള വാക്ക് രണ്ടും ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്ന് ശത്രു ദംബാണ്, പാപങ്ങൾ പുറത്തു കിട്ടണം, അത് നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചാൽ അത് ആളുകളോട് പറഞ്ഞു നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആളുകൾ അറിയണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല, മറിച്ച് അത് ആരും അറിയരുത് എന്നാണ് ആഗ്രഹിക്കേണ്ടത്. അങ്ങനെയാണ് ഒരു മുഅ്മിൻ ഉണ്ടാകേണ്ടത്, അള്ളാഹു താല മാത്രം. എന്നിട്ട് അള്ളാഹുവിനോട് അത് പ്രാർത്ഥിക്കുക, അള്ളാഹു ഇത് ആരും അറിഞ്ഞു പോകരുത്, അതാണ് അള്ളാഹു മഗ്ഫിർലി എന്ന് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ അത് നീ വിട്ടുതരികയും വേണമെന്നുള്ളതാണ്. എവിടുന്നാണ് ഈ വാക്കിന് ഇങ്ങനെ ഒരു അർത്ഥം കിട്ടിയിട്ടുള്ളത്? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, മഗ്ഫിറ എന്ന് പറയുന്ന വാക്ക് അത് ഒരു അറബി ഭാഷയിൽ നമ്മൾ മിഗ്ഫർ എന്ന് പറയും. യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ പടച്ചട്ട ധരിക്കുന്നതിന് ഉള്ള വാക്ക് മിഗ്ഫർ എന്നാണ്. അതിന് രണ്ട് ഉപകാരമുണ്ട്. ഒന്ന്, യുദ്ധം ചെയ്യുന്ന സമയത്ത് ആളുകൾ വെട്ട് നൽകുന്ന സമയത്ത് അതിന് രക്ഷ നമുക്ക് നൽകും, അതുപോലെ തന്നെ തല മറയുന്നുമുണ്ട്. ഇപ്പൊ രണ്ട് കാര്യവും അവിടെ ഉണ്ട്, ഒന്ന് മറക്കലും ഉണ്ട്, രക്ഷപ്പെടലും ഉണ്ട്. എന്നാൽ നമ്മൾ സാധാരണ ഒരു തൊപ്പി ധരിച്ച ഒരാളോ, അതിൽ കേവലം മറക്കൽ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു വെട്ട് വന്നാൽ തല പോവും, അതിനെക്കൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. എന്നാൽ യുദ്ധത്തിന് നമ്മൾ ധരിക്കുന്ന ഈ തലയിൽ വെക്കുന്ന ഈ കാര്യം മിഗ്ഫർ, അത് രണ്ടുമുണ്ട്, തല മറക്കുകയും ചെയ്യും, അതുപോലെ തന്നെ അത് ഇങ്ങനെയുള്ള ഷർറുകളെ തടുക്കാനും സാധിക്കും. അപ്പം മിഗ്ഫർ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്, അഥവാ സത്ർ, മറക്കുക എന്നുള്ള അർത്ഥവും കൂടി മഗ്ഫിറത്തിനുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ആദ്യമായി പ്രാർത്ഥിക്കുന്നത്. ഇന്നക അൻതൽ ഗഫൂർ എന്ന് അള്ളാഹുവിനോട് എടുത്തു പറയുകയാണ്. അത് ഒരു തവസ്സുലിന്റെ രീതിയാണ്. അള്ളാഹുവിന്റെ അസ്മാകൾ മുൻനിർത്തിക്കൊണ്ട്, അള്ളാഹുവിന് എല്ലാം പുറത്തു തരുന്നവനാണല്ലോ എന്ന് അള്ളാഹുവിനോട് എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു നമുക്ക് പുറത്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് തവസ്സുലിന്റെ ഒരു രീതിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ തവസ്സുലിന്റെ 7 ഇനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തിനെ മുൻനിർത്തിക്കൊണ്ട് അതെടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്.
അത് ഈ പ്രാർത്ഥനയിലും ഉണ്ട്. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഈ ഹദീസിലുള്ള ഫായിദകൾ പെട്ടെന്ന് പറയാം. ചിലത് നമ്മൾ പറഞ്ഞു. ഒന്ന്, ഹിർസു സഹാബ റിദ്വാനുല്ലാഹി അലൈഹിം അൻഹും. അള്ളാഹു സുബ്ഹാനഹു സഹാബത്ത് എത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ് ഇബാദത്തിന്റെ കാര്യങ്ങൾക്ക് പരിശ്രമിച്ചത് എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ താല്പര്യം. അദ്ദേഹം അത് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ദുആ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് നിസ്കാരത്തിലാണ്. അതുകൊണ്ടാണ് ദുആ, നിസ്കാരത്തിലേക്കുള്ള ദുആയാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ദുആക്ക് നമുക്ക് ഉത്തരം കിട്ടാനുള്ള ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം ഏതാണെന്ന് ചോദിച്ചാൽ അത് നിസ്കാരത്തിലാണ്. അതിൽ തന്നെ സുജൂദിലാണ്. പിന്നീടുള്ളത് സലാം വീട്ടുന്നതിന് മുമ്പുള്ള സമയത്താണ്. സാധാരണക്കാരെ പല ആളുകൾക്കും പറ്റുന്നൊരു തെറ്റാണ്. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ പറയുന്നു, അവർ സലാം വീട്ടുന്നതിന് മുമ്പൊക്കെ നിസ്കാരത്തിൽ വലിയൊരു ശ്രദ്ധ ഇല്ലാത്തതുപോലെ നിസ്കരിക്കും. സലാം വീട്ടിൽ കഴിഞ്ഞാൽ കൈകളൊക്കെ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ താല്പര്യത്തോടു കൂടിയും അങ്ങേയറ്റം ആവേശത്തോടു കൂടിയൊക്കെ ചെയ്യുന്നത് കാണാം. യഥാർത്ഥത്തിൽ ആ ആവേശവും താല്പര്യവും ഒക്കെ ഉണ്ടാകേണ്ടത് സലാം വീട്ടുന്നതിന് മുമ്പാണ്. കാരണം അപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് സ്വീകരിക്കാനുള്ള കൂടുതൽ സ്വീകാര്യത ഉള്ളത്. അപ്പോഴാണ്. നിസ്കാരശേഷം പ്രാർത്ഥിക്കാൻ പറഞ്ഞതായി തെളിവുകളില്ല. നിസ്കാരശേഷം ദിക്റുകളാണ്. സലാം വീട്ടുന്നതിന് മുമ്പാണ് ദുആ ചെയ്യേണ്ടത്. അപ്പം ആ സമയത്താണ് നമ്മൾ കൂടുതൽ ദുആ ചെയ്യാൻ ശ്രമിക്കേണ്ടത്, നിസ്കാരത്തിൽ സുജൂദിലും സലാം വീട്ടുന്നതിന് മുമ്പുമൊക്കെ. അതുകൊണ്ട് ഈ പ്രാർത്ഥന അപ്പോഴാണ്. സലാം വീട്ടുന്നതിന് മുമ്പാണ് അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി എന്ന് തുടങ്ങുന്ന ഈ പ്രാർത്ഥന അപ്പോഴാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. സലാം വീട്ടുന്നതിന് മുമ്പ് പ്രാർത്ഥന വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചും സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കുമ്പോൾ. അടുത്തൊരു ഫായിദ അദ്ദേഹം പറയുന്നു, ഈ ദുആ അത് എല്ലാ നിസ്കാരത്തിലും ബാധകമാണ്. കാരണം അദ്ദേഹം ചോദിച്ചു, അദ്ഉ ബിഹി ഫി സലാത്തി, എന്റെ നിസ്കാരത്തിൽ നിന്നാണ്. അതിലെല്ലാ നിസ്കാരം ഉൾപ്പെട്ടു. അതുകൊണ്ട് ഫർളും സുന്നത്തിലുമൊക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാവുന്നതാണ് എന്ന കാര്യം. അടുത്തതായി അദ്ദേഹം കൊടുത്തൊരു ഫായിദ, അൻ യഹ്തഖിറൽ ഇൻസാനു നഫ്സഹു ഫീമാ യഫ്അലുഹു മിൻ ത്വാഅത്തിൻ വ ഇബാദ. നമ്മൾ എത്ര തന്നെ ഇബാദത്തുകളും പുണ്യങ്ങളുമൊക്കെ ചെയ്താലും നമ്മൾ നമ്മുടെ സ്വന്തത്തിനോട് അങ്ങേയറ്റം കുറവുള്ളവനായിട്ടു, നമ്മൾ ആവശ്യക്കാരനായിട്ടേ നമ്മളെ കാണാൻ പറ്റുകയുള്ളൂ. ഇവിടെ നോക്കണം, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആരാണ്? അത്രയും അധികം അഫ്ളലായിട്ട് ശ്രേഷ്ഠതയുള്ള, ഖുർആനിൽ പോലും അദ്ദേഹത്തിനെ തൊട്ട് അല്ലാഹു തആല ഒരു ലമീർ കൊണ്ടാണെങ്കിലും ഇദ്ഹുമാ ഫിൽ ഗാർ, ആ രണ്ടു കൂട്ടർ ഗുഹയിലുണ്ടായത് രണ്ടു കൂട്ടർ എന്നുപോലും അല്ലാഹു തആല എടുത്തു പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അത്ര അറിയപ്പെട്ട, അത്രയും ഇബാദത്തിലൊക്കെ അറിയപ്പെട്ട ആളാണ്. പക്ഷെ അദ്ദേഹം അതിൽ അഹങ്കരിക്കുകയല്ല, മറിച്ച് കൂടുതൽ അള്ളാഹുലേക്ക് ദുആ ചെയ്യാനുള്ള പ്രാർത്ഥനകളും മറ്റുമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്നാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര തന്നെ ഇബാദത്തിൽ മുന്നേറിയാലും, എത്ര തന്നെ പുണ്യങ്ങളിൽ മുന്നേറിയാലും ഒരിക്കലും നമുക്ക് അഹങ്കരിക്കാനുള്ള യാതൊരു വകുപ്പും ഇല്ല. ഒന്നാമത് ഇത് സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയുകയില്ല. രണ്ടാമത് നമ്മൾ ഈ ചെയ്യുന്നത് അത് നമുക്കൊരുപാടുണ്ട് എന്ന് തോന്നുകയാണ്. നമ്മുടെ മുൻഗാമികളെ കുറിച്ച് ചിന്തിച്ചാൽ അതൊക്കെ വളരെ നിസാരമായത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയും എന്നുള്ളതാണ്. ഇത്രയുമാണ് ഈ ഹദീസിലുള്ള ഫായിദകൾ. ഈ അധ്യായത്തിൽ ഒരു ഹദീസ് കൂടി ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വായിച്ചു കേൾക്കുന്ന പഠിക്കുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.